കട്ടായിപ്പോയി. ഒന്നുകൂടെ എടുക്കാം. എന്തുണ്ട്? സുഖമാണ്. ഒരു സ്മോള് തെറ്റി കിടപ്പുണ്ട്. എടുക്കാണോ അവിടെ എങ്കിലും ഒരു സ്മോൾ കയറ്റി കിടപ്പുണ്ട്. അപ്പം ഒരു സ്മോൾ അടിച്ചതിൻ്റെ ഗുണവതാരം ഒന്ന് കേട്ടാൽ മതി കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാന്ന് കേട്ടോ. ഞാൻ എപ്പോഴായി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയെന്നറിയാം. എല്ലാവരെയും അടിച്ച് വെട്ടി തോട്ടി കളഞ്ഞൊരു ദിവസം എല്ലാവർക്കും ഓർമ്മ വേണമല്ലോ. എന്നെ അറിയാവുന്ന കാര്യമാണ് ബ്ലോക്ക് ചെയ്യപ്പം. അപ്പം കുറേ നാൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. മനസ്സിൽ കിടന്ന് സാധനങ്ങൾ അങ്ങ് പുഴുങ്ങല്ലേ. അപ്പോൾ വൈകിട്ടൊരു സ്മോൾ അടിച്ചിട്ട് എവിടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്നോടൊരു ദിവസം പറയും, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയാണ് മീൻസ് ആംഗിളേ, ഞങ്ങൾ ആംഗിള് മീൻസ് ഒറ്റ വെട്ടിന് 2 തുണ്ടാവും മുറി. അങ്ങ് പറഞ്ഞു പോകുമ്പോൾ തെറിയൊന്നുമില്ല കേട്ടോ, കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ. തെറിയൊന്നുമില്ല കേട്ടോ. തെറി നിങ്ങളോട് നേരിട്ട് പറയുമ്പോഴുള്ളൂ, അവളോട് തെറിയൊന്നും പറയാൻ പറ്റില്ല. അവൾ എന്നോട് അന്നേരം അറിയാണ്ട് പറഞ്ഞാന്നേ, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. നിങ്ങൾ വിചാരിക്കും റെക്കോർഡിങ് അന്നേരം. ഇല്ല. പിന്നെ മനസ്സങ്ങ് ഫ്രസ്ട്രേറ്റ്. ഇതാണ് ഒരു നിഗ. ആരാ നോവിച്ചെടുത്തോ. ഹൗ ലോങ് ക്യാൻ തടിയൻ സ്റ്റേ അവേ ഫ്രം അസ്? കേട്ടിട്ടുണ്ടോ? നിഗസ്. ഒരു നിഗ പറഞ്ഞാണ് എൻ്റെ വൈഫിന് മെസ്സേജ് അയച്ചാന്ന്. ഇവർക്ക് എല്ലാവർക്കും എന്നെ ഇപ്പം നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളോട് എന്തൊരു ദ്രോഹം ചെയ്തേടേ, ഞാൻ പൊളിക്കോളാം. കുഴി പോയാലും ഞാൻ പൊളിക്കണം. ഗൾഫിലായപ്പം കുഴിയിലായിരുന്നപ്പോഴും ഞാൻ എന്ത് ചെയ്യാനാ? ലക്ഷ്യബോധം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ആരായ. അപ്പം അങ്ങനെയാണ് റെക്കോർഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇപ്പം ഞാൻ എന്താ പറയുന്നത് എല്ലാം അറിയാം. അപ്പം ഞാൻ റെക്കോർഡ് ചെയ്തത് ഞാൻ കണ്ടു നോക്കിയപ്പോൾ അടുത്ത ദിവസം ഇരിക്കും, നല്ല പരിപാടിയാതല്ല. മനസ്സിലെ കല്ലെല്ലാം ഇറക്കി വെച്ചേക്കെന്ന് പറഞ്ഞു. പേ ബാക്ക് ടൈം എന്ന് പറയും. ഞാൻ പറഞ്ഞതാ പേ ബാക്ക്. ഇങ്ങോട്ട് തന്നതിനെല്ലാം തിരിച്ച് പലിശയില കൂട്ട് പലിശ സഹിതം തിരിച്ചു വന്നിരിക്കും. ചുമ്മാ ഇവിടെ പറഞ്ഞു വെക്കാനാണ്. ഫോണിൽ ഭയങ്കര എനർജിയാണെന്ന് എനിക്കറിയാം. ഭയങ്കര കഴിവാണ്, ഭയങ്കര ഗട്ട്സാണ്. മനസ്സിലായില്ലേ? നേരിട്ട് അഡ്രസ്സൊക്കെ അറിയാമല്ലോ. ഒരു കാര്യം പറഞ്ഞിട്ടാ, കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലയൻറ്റ്, പേരൊന്നും പറയുന്നില്ല, ഒരു ക്ലയൻറ്റ്, ബിസിനസ് ക്ലയൻറ്റ്, മലയാളി. ഇപ്പം മലേഷ്യൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻഫൻ്റ് ആണെങ്കിൽ ചൈൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫെയർ ഡിഫറൻസ് അടയ്ക്കണമെന്ന്. മനസ്സിലായടാ? ഫെയർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പൈസ ബാക്കി അടയ്ക്കണമെന്ന്. അപ്പം നീ വിചാരിക്കും ഒരു $100 എടുത്ത് ഞാൻ ഏലിയതാ പറയാതെ ഡിസംബറിൽ പോയിട്ട് വരാരെ. എന്നിട്ട് സീറ്റില്ലേ, ഞാൻ ചെയ്തില്ല, ഒരു സീറ്റ് എൻ്റെ ഉണ്ട്. ഞാൻ റിലീസ് ചെയ്യാം, നീ ഇവിടുന്ന് കൊടുത്തെടുത്തെന്ന് പറഞ്ഞു. നീ ഞാൻ 2-3 ദിവസം ഭയങ്കര സ്നേഹമാണ്. അതായത് ഇവന്മാർ ആദ്യം വിളിക്കുമ്പോൾ ഏട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? ഈ കോവിഡിന് മുമ്പത്തെ ടിക്കറ്റ് എടുത്തവരുടെ കാര്യം പറയണേ. ഏട്ടാന്നാണ് വിളിക്കുന്നത്. ചേട്ടൻ, ഷിജു ഏട്ടാ ഇങ്ങനെ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ദിവസം ഇവന് എന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇവനൊരു ദിവസം എന്നോട് ഭയങ്കര കമ്പനിയായിട്ട് ഇവന്മാരങ്ങ് ഞാനങ്ങ് കയറും. ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. ഞാനങ്ങ് ഒഴുകിപ്പോവും. ഞാൻ 2 അടിച്ചിരിക്കാൻ കൂടെ ആയിരിക്കും. ഞാൻ കിളി വർത്താനം പറയും. എന്നിട്ട് ഇവൻ എന്നോട് പറയാന്നേ, നിനക്ക് ഈ രാജ്യത്തിലെ പാസ്പോർട്ട് കിട്ടിയെന്ന്. അവനെ കിട്ടി. അവൻ എന്നെക്കാളും 4 വർഷം കഴിഞ്ഞിട്ടാണ് വന്നതെന്ന്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. ഞങ്ങളുടെ വകയിലെ ബന്ധുണ്ട് കേട്ടാ. അതിനെപ്പറ്റി ഒരു കഥ പറഞ്ഞിട്ടോ. ഒരു ദിവസം എന്നോട് തള്ളു വന്നവള് 2008 അവളുടെ കല്യാണ സമയത്തിന്.
എൻ്റെ അളിഞ്ഞ സാധനം എന്ന് ഞാൻ വിളിക്കുന്നത്, പുളുത്ത അളിഞ്ഞ സാധനം. 140 രാജ്യത്ത് പോകാൻ വല്ല അറിയാമെന്ന് എന്നോട്. ഞാൻ 140 രാജ്യത്ത് പോകാൻ പറ്റുമെന്ന്. അടിപൊളി അല്ലേ? ഇത്ര രാജ്യത്ത് നീ പോയി. എന്നിട്ട് തെള്ളുവാന്ന് നമ്മളെ അങ്ങ് ടോപ്പ് ജി ആന്ന് കാണിക്കാന്ന്. നമ്മളിത് കേൾക്കാൻ മീൻസ് നമ്മൾ 2008 അന്ന് ഗൾഫിൽ പോയിട്ട് പോലുമില്ല. പിന്നെ മനസ്സിലായില്ലേ? അത് തന്നെ ഇവൻ പറഞ്ഞ് ഇവൻ എന്നോട് ചോദിക്കും, നിനക്ക് കിട്ടുമോന്ന്. അവൻ എപ്പോഴാ വന്നത്, അവൻ ആരാ, ഞാൻ ആരാ, എന്തോ അവൻ ചെയ്യുന്നത്, ഞാൻ എന്തോ ചെയ്യുന്നത്, എന്തോ ഒന്നും അറിയത്തില്ല. അങ്ങ് ഇതാണ് ഞാൻ പറഞ്ഞത്, കുരുപ്പാട്ടി പൊട്ടി ഒലിച്ച മലയാളിന്ന്. ഇങ്ങോട്ട് തന്നാൽ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പം ഞാൻ കൊടുക്കേണ്ട രീതിയിലാണ് കൊടുക്കണം. ഈ ടിക്കറ്റ് ഒരു കൊച്ചിൻ്റെ ചേഞ്ച് ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞു അത് ഞാൻ വൗച്ചറാക്കി $100 എടുത്ത ടിക്കറ്റ് $2000, $1900 നീ അടയ്ക്കണമെന്ന്. അവസാനം കോണോ എനിക്കല്ലല്ലോടാ മയൂരിയുടെ അടയ്ക്കത്തേത്. ഇവർക്ക് പണി കൊടുക്കുന്നു. അങ്ങോട്ടല്ലേ അടയ്ക്കേണ്ടതെന്ന്. മറ്റായിരുന്നു എന്നെ തന്തയ്ക്ക് വിളിക്കാൻ, നീ കുറേ ഉണ്ടാക്കുമല്ലോ എന്ന്. കേട്ടു ഞാൻ. എന്നിട്ട് കേക്ക്. എന്നിട്ട് ഇവന് അവസാനം ഒരു ടിക്കറ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആ സീറ്റ് റിലീസ് ചെയ്തത് വന്നില്ല കേട്ടോ. പിന്നെ ബിസിനസ് ക്ലാസ്സേ ഉള്ളൂ. 2000-ന് വരെ $6000, $6500 അടയ്ക്കണം. എനിക്ക് വേണേൽ ആ സീറ്റ് ഇഷ്യമായിരുന്നു കേട്ടോ. എൻ്റെ പൊട്ടിയും മനസ്സിലായോ വെച്ച്. അതിനല്ല എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് സീറ്റ് റിലീസ് ചെയ്യുന്നതിന് എനിക്ക് വേണേൽ ആ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യായിരുന്നു. ഇൻഫൻറ്റിൻ്റെ പുതിയ ടിക്കറ്റ് $100. അവൻ $100 ലാഭത്തിന് നിൽക്കുവാണെന്ന് അറിയത്തില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് കുളം പറഞ്ഞ് സീറ്റ് പോയി കഴിഞ്ഞപ്പോഴേ ഇവൻ എന്നോട് പറയാന്നേ, എടോ നിങ്ങൾ 2000 ഞാൻ $500 വന്നേക്കാന്ന്. പിന്നെ സീറ്റില്ല, പെട്ട്. അപ്പോൾ ഇവനിപ്പോൾ അവൻ്റെ ഫാദറിന് എന്തോ പണി കിട്ടി. അവൻ നാട്ടിൽ പോകണം പെട്ടെന്ന്. ഒറ്റ പ്രാവശ്യം ഡേറ്റ് മാറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ, പിന്നെ മാറ്റാൻ പറ്റില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് വേറെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഈവൻ ഡിസംബറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒക്ടോബറിന് അടുത്ത ആഴ്ച കഴിഞ്ഞ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. $6500 എല്ലാം കൂടെ കിട്ടും. പിന്നെ ആ ടിക്കറ്റ് എടുക്കുന്നത് നല്ല ഇതാകുമ്പോൾ ഡേറ്റും കിട്ടും, റിട്ടേണും കിട്ടും, എല്ലാം കിട്ടും. മറ്റേത് 1 May മാത്രമേ ഉള്ളൂ. റിട്ടേൺ ഇവർക്ക് വേണ്ട. ഇവർക്ക് മാർച്ചിലങ്ങാണ്ട് വന്നാൽ മതി. ജനുവരിക്ക് അത് ട്രാവൽ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനത്തെ അങ്ങോട്ട് മാത്രം ഫ്രീ. അപ്പോൾ ഇവൻ്റെ റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഇവരോട് പോയിട്ട് ഞാൻ റിട്ടേൺ മാത്രം ഇങ്ങോട്ട് വരട്ടെ എന്ന്. മനസ്സിലായോ? ബസ്സിനൊക്കെ ടിക്കറ്റ് എടുക്കുന്ന പോലെ ഫ്ലൈറ്റിൻ്റെ. പറ്റത്തില്ലെന്ന എൻ്റെ ഒരു ധാരണ. ഇപ്പം മറന്നുപോയി. പണ്ടത്തെ ധാരണയാണ് പറ്റത്തില്ല. നീ പോയില്ലെങ്കിൽ ആ ടിക്കറ്റ് നോഷോ ആവും. മനസ്സിലായോ? അവൻ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന മോഡിൽ എന്നോട് മലയാളത്തിൽ കയറി അങ്ങ് ആ ടിക്കറ്റ് ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അതെങ്ങനെ അത് ഞാനപ്പോൾ പൈസ പോയത് പോട്ടുന്നു. 6000 പൊട്ടുന്നു, 6500. അതായത് മറ്റടുത്ത് എന്തായാലും പോവും, അത് പോട്ടുന്നു. അപ്പോൾ എക്സ്ട്രാ ഇവൻ്റെ ടിക്കറ്റ് കൂടെ എടുക്കണേ, വേറെ 2000 കൂടെ കൊടുക്കുക. അത് പോകണ്ട, കാരണം ഇവനറിയാം. ഞാൻ പറയാം അതൊക്കെ. കയറി അങ്ങ് റേസേ. ഞാൻ പറഞ്ഞു ശരി ചെയ്തോ. ടിക്കറ്റ് മലേഷ്യനാണ് ഫ്രീ ആയിട്ട് ചെയ്തത്. കൺട്രോൾ മലേഷ്യൻ്റെ അല്ലേ ഇനിയും തൊട്ട് ആ ടിക്കറ്റിൻ്റെ. അവരെ വിളിക്ക്, 1 മണിക്കൂർ ഹോൾഡ് ചെയ്യിക്ക്, എന്നിട്ട് അവരോട് ഒന്ന് സംസാരിക്ക്, ചെയ്തോ. ഈ കിളന്ന് വന്ന സാധനം ഉണ്ടല്ലോ, പൂച്ച പട്ടി വാല് ആക്കുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല ഞാൻ പറഞ്ഞു. ഈ പട്ടി ഇങ്ങനെ ഫക്ക് മോഡ് ബ്രോ. എന്നിട്ട് കുരു പൊട്ടി വലിച്ച മലയാളിയുടെ ഇവനെ ഇടയ്ക്ക് തന്നെ ഒന്ന് വിളിച്ചപ്പോൾ ഇത് ടിക്കറ്റിന് എടുക്കുന്നതിന് മുമ്പ് ഇവനങ്ങ് കമ്പനിയായിട്ട് സംസാരിക്കാം. നമ്മളങ്ങ് ഫ്രണ്ട്സ് അല്ലേ, വീട്ടിലേക്കൊക്കെ വരണേ, നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ആവുന്നത്. ആ മോഡിലാണ് ഇവൻ സംസാരിക്കുന്നത്. മനസ്സിലായി? എടാ ഞാൻ ലെജിറ്റാടാ, ഞാൻ ചാവുകോളം ഒരു കാര്യം തീരുമാനിച്ചു. ദാറ്റ്സ് ജസ്റ്റ് ഫോർ മൈ കിഡ്സ് ആൻഡ് മൈ വൈഫ്. ദാറ്റ്സ് ഇറ്റ്. ബോം. മൂന്നാമതൊരാളില്ല. എന്നെ സഹായിച്ച് ഒരുത്തനുണ്ടേ പറടാ, സാൻഡ്വിച്ച്. ബാക്കി എല്ലാം ഏതെങ്കിലും ഒരുത്തനുണ്ടേ പറടാ, കൈ വെക്കടാ. 2000 കൂടെ പോകും പോട്ടെന്ന്.
എൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസ പോകുന്നത് ആര് ആര് കാണും? ഇതാണ് ഞാൻ ഫക്ക് മണി എന്ന് പറയുന്നത്. നിനക്ക് അഹങ്കാരം. ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. ഐ ഡോണ്ട് കെയർ വാട്ട് യു തിങ്ക്. ഞാൻ തേറി പറഞ്ഞുകൊണ്ട് അങ്ങ് പോടി. ഇതൊക്കെ ഓർക്കുമ്പം എന്നിട്ട് ശരി എന്നാ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. മനസ്സിലായോ? അത് കഴിയുമ്പോൾ അവൻ്റെ മൂഡ് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? യു ഡോണ്ട് ഫക്ക് വിത്ത് മീ ഫക്കേഴ്സ്. ഓക്കെ, ഡീൽ വിത്ത് ഇറ്റ്. ഓക്കെ, ഡീൽ വിത്ത് ഇറ്റ് എന്ന്. പോടാ, അതിൻ്റെ മാത്രമല്ല എത്ര ട്രാവലിംഗ് ഇത് വാട്സ് എ ഫക്ക് മണി. നിനക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ ഒക്കെ നിന്നെ എനിക്ക് ഇന്ത്യയിൽ നിന്ന് പൈസ വേണ്ട ഫക്കേഴ്സ്. നിനക്കൊക്കെ എൻ്റെ പാസ്റ്റ് അറിയടാ പന്ന ടോമാസ്. അവിടെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലേ. ഞാൻ പറഞ്ഞു തരാടാ, കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ തടിയൻ, അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കെന്ന് പറഞ്ഞു. തടിയൻ 2 സർനെയിമാണ് എനിക്ക് എൻ്റെ നീഗസ് ഇട്ട് ഞങ്ങൾ കോളേജ് പഠിച്ചപ്പോൾ. ഞാൻ എല്ലാം പറയാം, ഒന്നാമത് ഞാൻ വീണ്ടും പറയാം, തോന്നുന്ന പറയും, ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിന് നിന്നിട്ടായി അവൻ്റെ കഥ പറഞ്ഞല്ലോ. 1 തടിയൻ. എന്നുണ്ട്, ക്യൂട്ടല്ലേ? എനിക്കെന്നും എന്നും ക്യൂട്ടായിട്ട് തടി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആയിടെങ്കിൽ ഫക്ക് ഹൗ ഐ ലുക്ക്. ഐ ലുക്ക് ആഗ്ലി ആസ് ഫക്ക്. അവിടെ കറുത്ത ചീറി. പിന്നെ അടുത്ത പേര് സുഡാനിയുടെ ഷോർട്ട് ഫോം. അത് ഹു കെയർസ്? അങ്ങനെയാടേ ഞങ്ങൾ അവരെല്ലാവരും വിളിച്ചോണ്ടിരുന്നത്. മനസ്സിലായില്ലേ? ഐ ഡോണ്ട് കെയർ. എൻ്റെ പേരറിയത്തില്ല ആർക്കും. അല്ലാത്ത എൻ്റെ ഒറിജിനൽ എൻ്റെ തന്ത തള്ളയും കൂടെ ഇട്ട പേരറിയത്തില്ലെന്ന്. ഷിജി ജേക്കബ് തോമസ്. നീ എന്നെ എല്ലാവരും ഈ സൂചി ഷാജി പി ഷിജു. ഞാൻ പീന്നേ ഇടത്തുള്ളൂ. ഷിജു പൊടിക്കുഞ്ഞ് എന്നാണ് എൻ്റെ പപ്പയുടെ പേര്. എൻ്റെ അപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് എടാ നിനക്കൊന്നും അറിയത്തില്ല, നീ കുഞ്ഞാന്ന്. ഞാനേ ആണ് എന്തോ കാര്യം നീ ഷിജു എന്നിട്ട് എന്നെ ചോദിച്ചപ്പോഴാന്ന്. എടാ ഞങ്ങളുടെ ഗൾഫിലെ 2 പേരും കൊണ്ട് ചെന്നപ്പോൾ 3ാമത്തെ പേരുമാണ് ഷിജു ജേക്കബ് തോമസ്. അതാണ് എൻ്റെ പേര്. അപ്പോൾ ജേക്കബ് തോമസ് ഇടാൻ ചെന്നപ്പോൾ പറ്റത്തില്ലെന്ന്. അപ്പം ഞങ്ങൾ ഷിജു കൂടെ കിട്ടുന്നു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എടോ എൻ്റെ ബാച്ചിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ചുണ്ട് കേട്ടോ, ജാസ്മിൻ അലക്സാണ്ടർ. എൻ്റെ സാൻഡയുടെ സിസ്റ്ററാണ്. റോബിൻ അലക്സാണ്ടർ സാൻഡ, ജെയ്സൺ അലക്സാണ്ടർ. ഇവർ 2 ഒക്കെ ഞങ്ങൾ ഒരേ വർഷത്തിലാണ് ജനിച്ചത്. ഞാനും ജാസിയും ഒരു വർഷത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് ആ നമ്പർ അങ്ങ് വിട്. ഇവരിതൊക്കെ ഇട്ടതിൻ്റെ കഥ. ഷിബു ഷൈനി ഷീന ഷിജു. ഇതാണ് കമ്പാരിസൺ. അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാം ഞാൻ അടുത്തതിന് പറയാം.